ഈ കഥ ആരംഭിക്കുമ്പോൾ ഒരു കൂട്ടം ജയിൽ പുള്ളികളെ ജയിലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് അവരൊരു സ്ഥലത്ത് നിർത്തുന്നുണ്ട്, പെട്രോളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോൾ ആ ജയിൽ പുള്ളികളുടെ കൂട്ടത്തിലെ ഒരുത്തിനെ കാണുന്നില്ല. ആ പോലീസുകാരൊക്കെ അവിടെയൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ആ ജയിൽ പുള്ളിയാണെങ്കിൽ കുറച്ച് അപ്പുറത്ത് നിന്ന് മൂത്രം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനാണ് ഈ കഥയിലെ നായകൻ. ഇവന്റെ പേര് സെർഗേ എന്നാണ്. അവൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആ പോലീസുകാരൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്താ രക്ഷപ്പെടാനാണോ നിന്റെ ശ്രമം? നീ രക്ഷപ്പെട്ടിട്ട് എങ്ങോട്ട് പോകും? ഈ ഏരിയ നിനക്ക് അറിയാഞ്ഞിട്ടാണ്. ഈ മഞ്ഞിനകത്ത് നിറയെ ചെന്നായ്ക്കളുണ്ട്. അവറ്റകൾക്ക് നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ പൊടി പോലും ബാക്കിയുണ്ടാവത്തില്ല എന്നൊക്കെയാണ് ആ പോലീസുകാരൻ പറയുന്നത്. എന്നാൽ സെർഗേ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ തന്നെ വണ്ടിയിലേക്ക് കയറുന്നു. അങ്ങനെ അവരെല്ലാവരും ജയിലിലേക്ക് എത്തി. അവർക്ക് ധരിക്കാനുള്ള ഡ്രസ്സൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം മേടിച്ചിട്ട് സെർഗേ അവന്റെ സെല്ലിലേക്ക് പോവാണ്. ഈ സമയം ആ സെല്ലിനകത്ത് വേറൊരാൾ നിൽക്കുന്നുണ്ട്. സെർഗയെ കാണുമ്പോൾ അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്റെ കൂടെ ഒരു റൂംമേറ്റിനെ നിർത്തുന്നത് ഇഷ്ടമല്ല. കഴിഞ്ഞ തവണ ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു, 1 മാസം പോലും അവൻ എന്റെ കൂടെ ഇതിനകത്ത് തികച്ചിട്ടില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരു റൂംമേറ്റിനെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ 3 ദിവസത്തിൽ കൂടുതൽ ഞാൻ ഈ ജയിലിൽ ഉണ്ടാവത്തില്ല എന്നാണ് സെർഗേ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി സെർഗേ ആണെങ്കിൽ രാവിലെ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് 2 ജയിൽ പുള്ളികൾ അവന്റെ അടുത്തേക്ക് വരുന്നത്. സാധാരണ പുതിയതായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള സീനിയേഴ്സ് ഒക്കെ പുതിയ ആൾക്കാരെ ശരിക്കും ഉപദ്രവിക്കും. ഈ ഒരു അവസരത്തിലും അവനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് അവന്മാർ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവന്മാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവന്റെ ആ വെയിറ്റ് ഒക്കെ പിടിച്ചിട്ട് അവന്റെ ശരീരത്തിലേക്ക് തന്നെ താഴ്ത്താൻ തുടങ്ങി. എന്നാൽ ഈ സെർഗേ ആരാണ് എന്ന കാര്യം അവന്മാർക്ക് അറിയാതെയാണ് അവന്മാർ ആ പണി ചെയ്യുന്നത്. ഈ സമയം അവന്മാർ ആ വെയിറ്റ് മൊത്തം താത്തുമ്പോൾ സെർഗേ വളരെ കൂളായിട്ട് അവന്മാരെ അടക്കം ആ വെയിറ്റ് പൊക്കാൻ തുടങ്ങി. അവന്റെ ആ ശക്തിയൊക്കെ കണ്ട് അവന്മാരാണെങ്കിൽ ശരിക്കും അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൻ ആ വെയിറ്റ് എടുത്ത് മാറ്റിയതിനു ശേഷം അവന്മാർക്ക് ശരിക്കും ഇട്ട് പൊട്ടിക്കുകയാണ്. ഈ സമയം 2 പോലീസുകാർ അങ്ങോട്ട് വന്നിട്ട് ഉടനെ തന്നെ അവനെ പിടിച്ച് മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവനെ നേരത്തെ അറ്റാക്ക് ചെയ്യാൻ വന്ന ഒരുത്തനാണെങ്കിൽ സെർഗേയും കൂട്ടി അവിടെയുള്ള ഒരു വലിയ പുള്ളിയുടെ അടുത്തേക്കാണ് കൊണ്ടുവന്നത്. ഇവനൊരു ആയുധ കച്ചവടക്കാരനാണ്. രാജാവിനെ പോലെയാണ് ഇയാൾ ആ ജയിലിൽ ജീവിക്കുന്നത്. ഇവന്റെ പേരാണ് സെയ്മോൺ കോർണി. ഈ സമയം കോർണി അവന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നീ ആരാണ്? നീ എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. ഞാൻ ആരാണെന്നൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ കാര്യം ഞാൻ പറയാം. നിന്റെ പേര് സെയ്മോൺ കോർണി എന്നാണ്. ആയുധം കടത്തലാണ് നിന്റെ പരിപാടി. നിന്റെ തോക്കുകൾ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. അതിൽ പെണ്ണുങ്ങളും കുട്ടികളും അങ്ങനെ ഈ ലോകത്തുള്ള പല ആളുകളും പെടും. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാണ് സെർഗേ പറയുന്നത്. അതേക്കുമ്പോ, ഓ, അപ്പൊ നിനക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയല്ലേ? പക്ഷെ എനിക്ക് നിന്നെ അറിയത്തില്ലല്ലോ, നീ ആരാണ്? അയാൾ വീണ്ടും ചോദിക്കുന്നു. ഈ സമയം സെർഗേ ആണെങ്കിൽ അവിടെ താഴെ ഇരിക്കുകയാണ്. താഴെയായിട്ട് ഒരു കടുവയുടെ തല വെച്ചിട്ടുണ്ട്. അവൻ നൈസായിട്ട് അതിന്റെ ഒരു പല്ലിങ്ങോട്ട് പറിച്ചെടുക്കുകയാണ്. അതിനുശേഷം ആ കോർണിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നിനക്കറിയേണ്ടത് ഞാൻ ആരാണെന്നല്ലേ? ക്രേവൻ എന്നാണ് എന്റെ പേര്. ഞാനൊരു ഹണ്ടറാണ്. നിന്നെ പോലുള്ള ആളുകളെ വേട്ടയാടലാണ് എന്റെ ജോലി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെയുള്ള ആളുകളായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ആ ഫൈറ്റിനൊടുവിൽ അവൻ കോർണിയെ കൊന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ ആ ജയിലിലേക്ക് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഇവന്റെ പേര് ക്രേവൻ എന്നാണ്. ഇവനൊരു വിജിലാൻഡിയാണ്. ഈ ലോകത്തുള്ള ക്രിമിനൽസിനൊക്കെ കണ്ടെത്തിയിട്ട് അവരെ കൊന്നു കളയലാണ് ഇവൻ ചെയ്യുന്ന പണി. ഇവന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ ഹണ്ട് ചെയ്യുക. അങ്ങനെ ആ കോർണിയെ കൊന്നുകൊണ്ട് അവൻ ആ ജയിലിലേക്ക് വന്ന ജോലി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടണം. അതാണ് ഇനി കാണിക്കുന്നത്. അങ്ങനെ ക്രേവൻ ഇപ്പോ അവിടുത്തെ ആ മഞ്ഞിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നിലുള്ള കാര്യങ്ങളൊന്നും അവന് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറെ പോയി എടുത്തെത്തുമ്പോഴാണ് ഒരു ചെന്നായി അവന്റെ മുന്നിലേക്ക് വരുന്നത്. ചെന്നായി അവനെ പിടിക്കാൻ തന്നെയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ക്രേവൻ ആ ചെന്നായി ഒന്ന് തുറച്ചു നോക്കുന്നത്. അതോടൊപ്പം തന്നെ അവന്റെ കണ്ണുകളും മൃഗങ്ങളെ കണ്ണുപോലെ ഗ്ലോ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ചെന്നായി അവനെ കൊല്ലാതെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വീണ്ടും അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അവരുടെ പ്ലാൻ പ്രകാരം അവിടെ ഒരു പ്ലെയിൻ നിർത്തിയിട്ടിട്ടുണ്ട്. അതിനകത്തേക്കാണ് അവൻ പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ആ പ്ലെയിനിൽ കയറിയ ഉടനെ തന്നെ അവൻ അവന്റെ കഴുത്തിൽ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ടാറ്റൂവിന്റെ ചിത്രം മായ്ച്ചു കളയുന്നുണ്ട്. ഇതേ സമയം തന്നെ അവനെ അന്വേഷിച്ചു വന്ന പോലീസുകാർക്ക് ഇപ്പൊ ഒരു ബോഡി കിട്ടിയിരിക്കുകയാണ്. അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ മരിച്ചു കിടക്കുന്ന ആളുടെ കഴുത്തിൽ ക്രേവന്റെ കഴുത്തിലുള്ളതുപോലത്തെ ഒരു ടാറ്റു ഉണ്ട്. അവന്റെ മുഖമാണെങ്കിൽ വികൃതമാണ്. ആ ടാറ്റു കണ്ടതുകൊണ്ട് അത് ക്രേവനാണ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഇനി കാണിക്കുന്നത് 16 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അമേരിക്കയാണ് സ്ഥലം. ഇനി എങ്ങനെയാണ് സെർഗേ ക്രേവനായത് എന്നാണ് കാണിക്കുന്നത്. സെർഗേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണത്. ഇവന് ഒരു ബ്രദറും കൂടെ ഉണ്ട്. അവന്റെ പേര് ഡിമിത്രി എന്നാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം അവരുടെ അച്ഛൻ അവരെ കാണാൻ വന്നിരിക്കുകയാണ്. അയാൾ ഉടനെ തന്നെ അവരൊരു കാറിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകാൻ തുടങ്ങി. അച്ഛന്റെ പേര് നിക്കോളായി എന്നാണ്. ഇയാൾ ഒരു ഗാങ്സ്റ്റർ ആണ്. ഡ്രഗ്സ് ഒക്കെ വിൽക്കലാണ് ഇയാളുടെ ജോലി. അവരുടെ അമ്മ മരിച്ചുപോയി. ആ കാര്യം പറയാനാണ് അയാൾ വന്നിരിക്കുന്നത്. അമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ അവര് ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാണോ അമ്മയെ കൊന്നെന്നാണ്.
അതിന്റെ കാരണം അച്ഛനൊരു വൃത്തികെട്ടവനാണ് എന്ന കാര്യം അവർക്ക് രണ്ടുപേർക്കും അറിയാം. അമ്മ ശരിക്കും അയാളുടെ അടുത്ത് നിന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ കൊന്നതായിരിക്കാം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ അവർ ആ കാര്യം ചോദിക്കുമ്പോൾ നിക്കോളായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അമ്മയെ കൊന്നിട്ടൊന്നുമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിന്റെ അമ്മയുടെ ശരീരം ശരിക്കും വീക്കായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ ഇപ്പൊ അങ്ങോട്ട് വന്നതിന് മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇയാൾ ഈ ഡ്രഗ്സിന്റെ ബിസിനസ് ഒക്കെയാണ് നടത്തുന്നത്. അപ്പൊ തന്റെ ലെഗസി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പിള്ളേരെയും കൂടെ ആ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് തന്റെ ടീമിൽ ചേർക്കാനാണ് അയാളുടെ ഉദ്ദേശം. എന്നാൽ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ നായികയാണ്. ഇവളുടെ പേര് കാലിപ്സോ എന്നാണ്. അവളിപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അവളുടെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അമ്മൂമ്മ എപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് ചീട്ടുകളുണ്ട്, അവൾ അതൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അമ്മൂമ്മ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വിചാരിക്കുന്ന പോലെ ഇത് സാധാരണ കാർഡ്സ് അല്ല, ഇത് വെച്ചിട്ട് നിനക്ക് ചിലപ്പോൾ ഫ്യൂച്ചർ വരെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് അമ്മൂമ്മ പറയുന്നത്. ആ കാർഡ് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ അമ്മൂമ്മ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊരു തരത്തിലുള്ള മരുന്നാണ്. അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫാമിലി കാലാകാലങ്ങളായിട്ട് കൈമാറി വരുന്ന ഒരു മരുന്നാണിത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരത്തിനുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നീ ഇത് വെച്ചോന്നും പറഞ്ഞിട്ട് അവർ ആ മരുന്നെടുത്ത് അവർക്ക് കൊടുക്കുകയാണ്. ഇതേ സമയം നിക്കോളായി തന്റെ മക്കളെയും കൂട്ടിയിട്ട് ഒരു വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതിനിടയിൽ നിക്കോളായി ഒരു മാനിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. എന്നിട്ട് സെർഗേയിനെ ആ മാന്റെ അടുത്തേക്ക് വിളിച്ചതിന് ശേഷം അതിന്റെ ബ്ലഡ് എടുത്തിട്ട് അയാൾ അവന്റെ നെറ്റിയിൽ വെച്ച് കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും തന്റെ മകനെ തന്നെ പോലെ ആക്കിയെടുക്കണം എന്നാണ് അയാളുടെ പ്ലാൻ. എന്നാൽ സെർഗേയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. അങ്ങനെ സമയം രാത്രി അവരിപ്പോ അവിടെ ഒരു ക്യാമ്പ് അടിച്ചിരിക്കുകയാണ്. ഈ ദിമിത്രിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം അവര് ചേട്ടന് കൊടുക്കുന്ന പരിഗണനയൊന്നും അവന്റെ അച്ഛൻ അവന് കൊടുക്കുന്നില്ല. അവൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നാണ് അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ സെർഗേയിനെ മാത്രം ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷമമൊക്കെ അവനിപ്പോ ചേട്ടന്റെ അടുത്ത് പറയുന്നുണ്ട്. ചേട്ടനാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. നീ എന്താ ഞാനും അച്ഛനെ പോലെ ആവുമെന്നാണ് വിചാരിക്കുന്നത്? ഞാനിപ്പോ പുള്ളി പറയുന്ന അങ്ങോട്ട് കേൾക്കുന്നേ ഉള്ളൂ, അല്ലാതെ പുള്ളിയെ പോലെ ഒരിക്കലും ഞാനൊരു വൃത്തികെട്ടവനായിട്ട് മാറത്തില്ല എന്നൊക്കെയാണ് അവനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ വീണ്ടും ഒരു വേട്ടയ്ക്കിറങ്ങാണ്. എന്നാൽ ഇത്തവണ മാനല്ല, അതിലൊരു സിംഹം കറങ്ങി നടക്കുന്നുണ്ട്. 3000-ഓളം ആളുകളെയാണ് ആ സിംഹം കൊന്നു നിന്നത്. അതിനെ കൊല്ലാനാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ കൂടെ മറ്റൊരു ടീമും കൂടെ ചേർന്നിട്ടുണ്ട്. അതിലൊരാളിപ്പോ നിക്കോളായുടെ കൂടെയാണ് നടക്കുന്നത്. ഇവന്റെ പേര് അലക്സായി എന്നാണ്. അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെയും നിങ്ങളുടെ ടീമിൽ ചേർക്കാൻ പറ്റുമോ, എനിക്ക് നിങ്ങളുടെ പാർട്ട്ണർ ആവാൻ താല്പര്യമുണ്ട് എന്നൊക്കെയാണ് അലക്സായി പറയുന്നത്. എന്നാൽ അയാൾ അത് ചോദിക്കുമ്പോൾ നിക്കോളായി ആണെങ്കിൽ അവനെ ശരിക്കും ഇൻസൾട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നീ എന്തറിഞ്ഞിട്ടാണ് എന്നോട് ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചത്? എന്റെ ഫാമിലി ഏതാണെന്ന് നിനക്കറിയോ? നിന്നെ ഒന്നും ഒരിക്കലും അതിൽ ചേർക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ അവനെ ഇൻസൾട്ട് ചെയ്യുന്നത്. അത് അയാളുടെ മനസ്സിൽ ശരിക്കും ദേഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവർ ആ സിംഹത്തെ അന്വേഷിച്ച് മുന്നിൽ നടക്കുകയാണ്. കുട്ടികളാണെങ്കിൽ ഇപ്പൊ പുറകിലാണ്. അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ സിംഹം അവരുടെ മുന്നിലേക്ക് വരുന്നത്. ഒരു ഭീമാകരമായ സിംഹമായിരുന്നത്. എന്തു വന്നാലും തന്റെ അനിയൻ ആ സിംഹത്തിന് വിട്ടുകൊടുക്കത്തില്ല എന്നാണ് സെർഗേ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ സെർഗേ ഉടനെ തന്നെ അതിനെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങാണ്. എന്നാൽ അതിങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്ന കാണുമ്പോൾ അവന് ശരിക്കും പേടിയാവാൻ തുടങ്ങി. ഈ സമയത്താണ് നിക്കോളായി ആ സിംഹത്തിന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. ആ വെടി കൊണ്ട ഉടനെ തന്നെ ആ സിംഹം സെർഗയുടെ നേർക്കാണ് ചാടി വീഴുന്നത്. അവനാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അതിനിടയിൽ ആ നിക്കോളായി ആണെങ്കിൽ സിംഹത്തിനെ വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സിംഹം ആണെങ്കിൽ അവനെ വിടുന്നില്ല. അത് ഉടനെ തന്നെ അവനെയും കടിച്ചെടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇതേ സമയം കാലിപ്സോ ആണെങ്കിൽ അവളുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ആ നാഷണൽ പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. അവളിപ്പം അവളുടെ അമ്മമ്മ കൊടുത്ത ആ കാർഡുകളിൽ ഒരെണ്ണം കയ്യിലെടുത്തിട്ടുണ്ട്. അത് സ്ട്രെങ്ത്തിന്റെ കാർഡായിരുന്നു. അതിനകത്ത് ഒരു സിംഹത്തിന്റെ പടമാണ് ഉണ്ടായിരുന്നത്. അത് നോക്കുമ്പോൾ അവൾക്ക് എന്തോ ഒരു ഫീല് വരാൻ തുടങ്ങി. അവൾ ഉടനെ തന്നെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് നടക്കുകയാണ്. അങ്ങനെ അവൾ നേരെ ചെല്ലുന്നത് ആ സിംഹത്തിന്റെ മുമ്പിലേക്കാണ്. സിംഹമാണെങ്കിൽ സെർഗേ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ബോധവും ഇല്ല. അതിനിടയിൽ സിംഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ബ്ലഡ് അവന്റെ ശരീരത്തിലെ മുറിവിലേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ കുറച്ചു സമയം അവളെ തന്നെ നോക്കിയതിനു ശേഷം സിംഹം അവിടെ നിന്ന് പോവാണ്. ഈ സമയം അവൾ നേരെ അവന്റെ അടുത്തേക്കാണ് വരുന്നത്. അവനാണെങ്കിൽ ഒരു ബോധമില്ലാതെ അവിടെ കിടക്കാണ്. ഈ സമയം അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ അമ്മമ്മ കൊടുത്ത മരുന്നുണ്ടല്ലോ അത് അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അവന്റെ ശരീരത്തിൽ എന്തൊക്കെയോ ഒരു പ്രോസസ്സ് നടക്കാൻ തുടങ്ങി. ആ മരുന്നും സിംഹത്തിന്റെ ബ്ലഡും എല്ലാം കൂടി കലർന്നാണ് അവന്റെ ബ്ലഡിലൂടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ആംബുലൻസ് വിളിച്ചിട്ട് അവൻ അതിൽ കയറ്റിവിടുകയാണ്. പോകുന്നതിന് മുമ്പ് ആ സിംഹത്തിന്റെ കാർഡും കൂടെ അവൾ അവന്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഡോക്ടർമാർ അവന്റെ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അവൻ മരിച്ചു എന്ന് തന്നെ അവർ വിധി എഴുതിയിരിക്കുകയാണ്. അങ്ങനെ ബാക്കി ഡോക്ടേഴ്സ് ഒക്കെ പോയിട്ട് ഒരു ഡോക്ടർ മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് സെർഗേയ്ക്ക് ബോധം വരുന്നത്. ഈ സമയം അവന്റെ കണ്ണുകളും സിംഹത്തിന്റെ കണ്ണുകൾ പോലെയാണ് ഇരിക്കുന്നത്. അതായത് അവനിപ്പം ആ സിംഹത്തിന്റെ ശക്തിയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ എല്ലാത്തിൽ നിന്ന് റിക്കവറായി. അവനിപ്പോ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ സമയം അവനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള കാർഡ് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഡോക്ടർ അവന്റെ അടുത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ വളരെ ഭാഗ്യം ചെയ്തൊരു കുട്ടിയാണ്. ഞങ്ങളല്ല നിന്നെ രക്ഷിച്ചത്. നിന്നെ രക്ഷിച്ചത് ആരാണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. അതൊരു മിറാക്കിളായിരുന്നു.
എന്തായാലും ഞങ്ങൾ നിന്റെ ശരീരത്തിൽ ചില ടെസ്റ്റുകളൊക്കെ ഒന്ന് നടത്തി നോക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്താ സംഭവിച്ചെന്ന് കണ്ടുപിടിക്കാം എന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവന്റെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് അവനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയതിനു ശേഷം അവനിപ്പോ അവിടുത്തെ മേശയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നിന്നും അവന്റെ അമ്മ എഴുതിയ കുറെ ലെറ്റേഴ്സ് ഒക്കെ അവന് കിട്ടുന്നുണ്ട്. ആ കത്തുകളൊക്കെ അവന് വേണ്ടി എഴുതിയതായിരുന്നു. പക്ഷെ അതൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അതെല്ലാം വായിക്കുമ്പോൾ അവന്റെ അച്ഛൻ കാരണമാണ് അവന്റെ അമ്മ മരിച്ചത് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവന്റെ അച്ഛൻ അവനെ വിളിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ നീ മരിക്കേണ്ടതായിരുന്നു. മാത്രമല്ല നീ നിന്റെ അനിയനെയും കൂടെ കൊലയ്ക്ക് കൊടുത്തേനെ. ഇതിനൊക്കെ കാരണം നീ പേടിച്ചതാണ്. ഒരിക്കലും പേടിക്കാൻ പാടില്ല. പേടിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണെങ്കിലും നീ ഉറപ്പായിട്ടും മരണപ്പെടും. മാത്രമല്ല പേടിയുണ്ടെങ്കിൽ നിന്റെ ശരീരവും അതോടൊപ്പം വീക്കാവും. നിന്റെ അമ്മയ്ക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. നിനക്ക് എന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അറിയാലോ. ഒരിക്കൽ എന്റെ ബിസിനസ്സിൽ എന്റെ സ്ഥാനം നീ ഏറ്റെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദിമിത്രിയുടെ കാര്യം ആലോചിച്ചിട്ട് നീ വിഷമിക്കേണ്ട. അവന് സ്കൂളിൽ പോട്ടെ, എന്നിട്ട് അവന് ഇഷ്ടമുള്ളതുപോലെ പഠിക്കട്ടെ. അവൻ എന്തായാലും എന്റെ ബിസിനസ്സിൽ ചേർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി നീയും അവനും രണ്ട് വഴിക്കാണ് സഞ്ചരിക്കേണ്ടത്. അതായത് നീ ഇനി എന്റെ കൂടെ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നീ ആരാണെന്ന് നിനക്ക് തന്നെ അറിയത്തില്ല. ഉടനെ തന്നെ നീ ആരാണെന്ന് നീ തിരിച്ചറിയും. നിന്റെ ശക്തി എന്താണെന്ന് നീ മനസ്സിലാക്ക്. ഇനി നിനക്ക് പേടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നീ ഇടയ്ക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അവനൊരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അത് അവനെ നേരത്തെ അറ്റാക്ക് ചെയ്ത ആ സിംഹത്തിന്റെ തലയായിരുന്നു. അയാൾ അതിനെ കൊന്നിട്ട് ആ തലയെടുത്തിട്ട് അവിടുത്തെ ചുമരിൽ വെച്ചിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ അവന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ആ സിംഹം നിങ്ങളെയായിരുന്നു കൊല്ലേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഇനിയിപ്പോ അവൻ ആ വീട്ടിൽ നിൽക്കാൻ സാധിക്കത്തില്ല. അവൻ ഉടനെ തന്നെ അവന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിൽ വെക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ സിംഹം അറ്റാക്ക് ചെയ്ത സമയത്ത് അവൻ ധരിച്ചിരുന്ന ഡ്രസ്സ് അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ അത് എടുത്തു നോക്കുമ്പോൾ അതിനകത്തു നിന്നും ഒരു കുപ്പി താഴേക്ക് വീഴുന്നുണ്ട്. അത് ആ കെലിപ്സോയുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പിയായിരുന്നു. അവൻ അതും കൂടെ എടുത്തിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ആരും കാണാതെ അവൻ വീടിന്റെ മുകളിലെത്തി. പക്ഷെ മുന്നോട്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ മൊത്തം പൊളിഞ്ഞിട്ട് അവൻ താഴേക്ക് വീഴുന്നത്. എന്നാൽ താഴേക്ക് വീണിട്ടും അവനൊന്നും പറ്റുന്നില്ല. കാരണം പൂച്ച താഴേക്ക് വീഴുന്ന പോലെയാണ് അവൻ താഴേക്ക് ലാൻഡ് ചെയ്തത്. അതൊക്കെ കാണുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് അവന്റെ അനിയൻ അങ്ങോട്ട് വരുന്നത്. അവൻ വല്ലാതെ വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത്. അച്ഛന്റെ കൂടെ നീ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണോ? ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട് എന്നൊക്കെയാണ് ദിമിത്രി പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ ഇപ്പൊ എന്റെ കൂടെ വരണ്ട, നീ പോയിട്ട് പഠിക്കാൻ നോക്ക്. ഞാനിപ്പോ എന്തുകൊണ്ടാണ് പോകുന്നത് എന്നെനിക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റാത്ത കാര്യമാണ്. ഞാനിപ്പോ പോകുന്നത് മറ്റെങ്ങോട്ടുമല്ല, കാട്ടിനകത്ത് നമ്മളും അമ്മയും കൂടെ ഇടയ്ക്ക് പോകാറുള്ള ഒരു സാങ്ച്വറി ഉണ്ടല്ലോ, അതിപ്പോ മൊത്തം പൊളിഞ്ഞു കിടക്കാണ്. ഞാനതൊക്കെ സെറ്റാക്കിയിട്ട് അതിനകത്താണ് താമസിക്കാൻ പോകുന്നത്. പിന്നെ നീ പേടിക്കണ്ട, ഞാൻ എന്നേക്കുമായിട്ടും നിന്നെ വിട്ട് പോകുന്നല്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിന്നെ കാണാൻ വരും എന്ന് പറഞ്ഞിട്ട് സെർഗേ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവൻ ആ സ്ഥലവും അന്വേഷിച്ചിട്ട് കാട്ടിലേക്ക് എത്തി. ഈ സമയത്താണ് കുറെ കാട്ടുപോത്തുകൾ അങ്ങോട്ട് ഓടി വരുന്നത്. വളരെ വേഗത്തിലാണ് അവറ്റകൾ അങ്ങോട്ട് ഓടി വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അവനാണെങ്കിൽ പേടിച്ച് തലയും താഴ്ത്തി താന്നിരിക്കുകയാണ്. എന്നാൽ ആ കാട്ടുപോത്തുകൾ അവനൊന്നും ചെയ്യുന്നില്ല. അത് അവന്റെ രണ്ടു ഭാഗത്തുകൂടെ വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടിപ്പോവാണ്. എന്നാൽ ഒരു കാട്ടുപോത്ത് മാത്രം അവന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു സമയം അവനെ തന്നെ നോക്കിയതിനു ശേഷം അത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്നതിന് ശേഷം അവൻ ആ സാങ്ച്വറിയിലെത്തി. ഇനിയിപ്പം അവിടെയാണ് അവൻ ജീവിക്കാൻ പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം അവൻ അവനെ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. കാട്ടിൽ എങ്ങനെയാണ് വേട്ടയാടേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവനൊരു മാനിന്റെ കൂടെ ഓട്ടോ ഒക്കെ പരിശീലിക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ അവന് ഓടാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല മൃഗങ്ങളൊക്കെ ചാടുന്ന പോലെ തന്നെ നല്ല ഉയരത്തിൽ അവന് ചാടാനും പറ്റുന്നുണ്ട്. അങ്ങനെ അതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വെടിശബ്ദം കേൾക്കുന്നത്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഒരു മരത്തിന്റെ മുകളിലേക്ക് ഓടി കയറാണ്. വളരെ വേഗത്തിൽ ആ മരത്തിലേക്ക് കയറാനും അവന് സാധിക്കുന്നുണ്ട്. അങ്ങ് ദൂരെ നിന്നാണ് അവൻ ആ ശബ്ദം കേൾക്കുന്നത്. ഈ സമയത്താണ് അവന്റെ കണ്ണിന്റെ പവർ വർക്ക് ചെയ്യുന്നത്. അവനിപ്പോ ബൈനോക്കുലർ വിഷൻ കിട്ടിയിരിക്കുകയാണ്. എത്ര ദൂരെയുള്ള കാഴ്ചയും അവൻ അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ കുറെ വേട്ടക്കാര് ആ കാട്ടുപോത്തുകളെ അറ്റാക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. അവിടേക്ക് അവൻ ചെന്ന് നോക്കുമ്പോൾ ആ കാട്ടുപോത്തുകൾ മൊത്തം ചത്ത് കിടക്കാണ്. അവറ്റകളുടെ കൊമ്പെടുക്കാനാണ് ആ വേട്ടക്കാരങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആ രണ്ട് വേട്ടക്കാർ അവന്റെ അടുത്തേക്ക് വരുന്നത്. ആ മൃഗങ്ങളെയൊക്കെ കൊന്ന ദേഷ്യത്തിൽ അവൻ ഉടനെ ആ രണ്ട് വേട്ടക്കാരെയും കൊന്നുകളയാണ്. ഇങ്ങനെയാണ് സെർഗേ ഇപ്പോൾ ക്രേവനായിട്ട് മാറിയിരിക്കുന്നത്. ഇനി കാണിക്കുന്നത് പ്രസന്റ് ഡേ ആണ്. അങ്ങനെ ക്രേവൻ ഇപ്പോൾ അവന്റെ നാട്ടിൽ ലാൻഡ് ചെയ്തു. അവൻ നേരെ പോകുന്നത് അവന്റെ കാട്ടിനകത്തെ വീട്ടിലേക്കാണ്. അതിനുശേഷം അവൻ അവിടെ കിടന്നുറങ്ങുകയാണ്. ഉറക്കത്തിനിടയിലാണ് അവൻ വീണ്ടും ഒരു വെടിശബ്ദം കേൾക്കുന്നത്. അത് വേറെ ചില വേട്ടക്കാരായിരുന്നു. അവന്മാർ ആ കാട്ടുപോത്തുകളുടെ കൊമ്പെടുക്കാനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. കുറെ കാട്ടുപോത്തുകളെ അവർ കൊന്നു തള്ളിയിട്ടുണ്ട്. അങ്ങനെ കൊമ്പൊക്കെ എടുത്തിട്ട് അവരവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ക്രേവൻ അവരുടെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ ഉടനെ തന്നെ ഒരു ഗംഭീര ഫൈറ്റാണ് കാണിക്കുന്നത്. പക്ഷെ ആ വേട്ടക്കാരുടെ ലീഡറെ മാത്രം അവന് കൊല്ലാൻ സാധിച്ചിട്ടില്ല. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അയാളിപ്പം അയാളുടെ ഓഫീസിലെത്തി. വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഇയാളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇവന്റെ മുതലാളിയുടെ റൂമിനകത്തേക്ക് ചെല്ലുമ്പോൾ മുതലാളി അവിടെ ഉണ്ടായിരുന്നില്ല. പകരം ക്രേവനാണ് അവിടെ ഇരിക്കുന്നത്. ക്രേവൻ ഓൾറെഡി അയാളുടെ മുതലാളിയെ കൊന്നിട്ടുണ്ട്. മാത്രമല്ല അവൻ അവിടെ നിന്നൊരു പുസ്തകം കിട്ടിയിട്ടുണ്ട്. ഈ മുതലാളി ഹയർ ചെയ്തിരിക്കുന്ന ഇല്ലീഗലായിട്ട് ഇതുപോലത്തെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റാണ് അതിലുള്ളത്. ആ കൂട്ടത്തിൽ അവിടെ നിൽക്കുന്നവന്റെ പേരും ഉണ്ടായിരുന്നു. ക്രേവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അവന്റെ പേര് വെട്ടുകയാണ്.
എന്നിട്ട് ഒരാരോ എടുത്തിട്ട് അയാളെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ്. ഇനി കാണിക്കുന്നത് കാലിപ്സോനെയാണ്. അവളിപ്പോ ഒരു വക്കീലാണ്. അവളുടെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, സമാന്ത എന്നാണ് അവളുടെ പേര്. അവളെ ഒരാൾ കൊന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ അവിടുത്തെ ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലിപ്സോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തിലാണ് അവൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ കാലിപ്സോ നേരെ സമാന്തയുടെ ഫ്യൂണറലിനാണ് പോകുന്നത്. സമാന്തയെ കൊന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ കോർണി എന്ന് പറയുന്ന ആളാണ്. അയാളെക്കുറിച്ച് എന്തൊക്കെ തെളിവ് കണ്ടെത്തിയതിനെ തുടർന്നിട്ടാണ് അയാൾ അവളെ കൊന്നിരിക്കുന്നത്. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ ആ ഫ്യൂണറലിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് ക്രേവനും അവിടെ നിൽക്കുന്നുണ്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം അവൾ ഇതുവരെയായിട്ടും ക്രേവനെ കണ്ടിട്ടില്ല. എന്നാൽ ക്രേവനാണെങ്കിൽ അവളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവക്ക് വേണ്ടിയിട്ടാണ് ഇവൾ അറിയാതെ തന്നെ ജയിലിലേക്ക് പോയിട്ട് അവൻ ആ കോർണിയെ കൊന്നിട്ട് വന്നിരിക്കുന്നത്. അവൾ ആ ഫ്യൂണറലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോഴാണ് അവൻ ആ കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവർ തമ്മിൽ കൂട്ടാവുകയാണ്. ഇനി കാണിക്കുന്നത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ അലക്സായി ഉണ്ടല്ലോ, അയാളെയാണ്. അയാൾക്കിപ്പോ മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. പണ്ടൊരു പാവത്താനായിരുന്നെങ്കിലും ഇപ്പോൾ അയാൾ അങ്ങനെയല്ല. ഇയാളുടെ ഇപ്പോഴത്തെ വിളിപ്പേര് റൈനോ എന്നാണ്. ഈ സമയത്താണ് അയാളുടെ ഒരു അനുയായി അങ്ങോട്ട് വന്നിട്ട് ആ കോർണി ജയിലിൽ വെച്ച് മരിച്ച കാര്യങ്ങളൊക്കെ ഈ റൈനോയുടെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾക്ക് ശരിക്കും അത്ഭുതമായി. അയാൾ ആരാണ് കൊന്നത് എന്നാണ് റൈനോ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ആരാന്നറിയത്തില്ല, അവനെ ഹണ്ടർ എന്നാണ് മീഡിയ വിളിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഈ ഹണ്ടർ എന്ന പേര് ഈ റൈനോയും കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു കെട്ടുകഥയാണ് എന്നാണ് അയാൾ വിശ്വസിച്ചിരിക്കുന്നത്. അയാൾ ചോദിക്കുന്നത് ഈ ഹണ്ടറൊക്കെ റിയൽ ആണോ എന്നാണ്. അത് കേൾക്കുമ്പോൾ ആണെന്നാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും ഞാൻ അവനെക്കുറിച്ച് കൂടുതലൊന്ന് അന്വേഷിക്കട്ടെ എന്നാണ് ആ അനുയായി പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഓക്കെ, അതിനുമുമ്പ് നീ മറ്റൊരു കാര്യം ചെയ്യ്. ആ കോർണി എന്തായാലും മരിച്ചല്ലോ, അവന്റെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ടുപേരെ കണ്ടെത്ത്. എന്നിട്ട് നമ്മൾ തമ്മിൽ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യും എന്നാണ് റൈനോ അയാളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ റൈനോ ആണെങ്കിൽ കോർണിയുടെ ആളുകളെ കാണാൻ പോവാണ്. അയാളുടെ തന്നെ ഒരു ഫാക്ടറിയിലേക്കാണ് അവർ ചെന്നിരിക്കുന്നത്. അങ്ങനെ കോർണിയുടെ ആൾക്കാരെ കാണുമ്പോൾ റൈനോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങളുടെ ബോസ് ഉണ്ടല്ലോ സേമൻ കോർണി, അയാളിപ്പോ മരിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരാൾക്ക് എന്റെ പാർട്ട്ണർ ആയിക്കൂടെ എന്നാണ് റൈനോ ചോദിക്കുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ചിരിയാണ് വരുന്നത്. ഈ സമയം അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എന്തിനാണ് നിന്റെ കൂടെ കൂടുന്നത്? അതിനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നിന്നെ നീ തന്നെ വിളിക്കുന്നത് റൈനോ എന്നല്ലേ? പക്ഷെ നിന്നെ കണ്ടിട്ട് ഒരു റൈനോന്റെ പോലെ ഇല്ലല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്നെ എന്തുകൊണ്ടാണ് റൈനോ എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണണമല്ലേ, എന്നാൽ ഇപ്പൊ തന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് റൈനോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വയറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ട്യൂബ് ഊരാണ്. അത് അയാളുടെ ശരീരത്തിലേക്ക് എന്തോ ഒരു മരുന്ന് സപ്ലൈ ചെയ്യുന്ന ട്യൂബാണ്. അത് ഊരി കഴിയുമ്പോൾ അയാളുടെ ശരീരത്തിൽ മൊത്തം മാറ്റം വരാൻ തുടങ്ങി. അയാളുടെ തൊലിയൊക്കെ കണ്ടാമൃഗത്തിന്റെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ഒരുത്തൻ റൈനോയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. 3 തവണ അവൻ വെടിവെക്കുന്നുണ്ട്. വെടിയേറ്റ് അവൻ താഴെ വീഴുമെങ്കിലും അവൻ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. കാരണം അവന്റെ തൊലി കണ്ടാമൃഗത്തിൻ്റെതാണ്. അങ്ങനെ അവൻ വേഗം തന്നെ ഷർട്ടൊക്കെ ഊരിയിട്ട് അവിടെ തറച്ചു നിൽക്കുന്ന ആ ബുള്ളറ്റൊക്കെ എടുത്ത് താഴേക്കിടാണ്. അതിനുശേഷം ആ ട്യൂബ് എടുത്ത് വീണ്ടും ഘടിപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവന്റെ ശരീരം നോർമൽ അവസ്ഥയിലേക്ക് വരികയാണ്. അതെല്ലാം കാണുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തുകൊണ്ടും ഇവന്റെ കൂടെ പാർട്ട്ണർഷിപ്പ് കൂടുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം ഷൂട്ട് ചെയ്യാണ്. ഏതെങ്കിലും ഒരുത്തം ബാക്കിയാവണം. അതിനു വേണ്ടിയിട്ടാണ് അവരിപ്പോൾ മത്സരിക്കുന്നത്. അങ്ങനെ എല്ലാവരും മരിച്ച് ഇപ്പോൾ ഒരാൾ ബാക്കിയായിട്ടുണ്ട്. അവനാണ് ഇനി മുതൽ റൈനോന്റെ പാർട്ട്ണർ. ഇനി കാണിക്കുന്നത് ദിമിത്രയാണ്. അവനിപ്പോ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ അച്ഛന്റെ കൂടെയാണ് നിൽക്കുന്നത്. അവനിപ്പോ ഒരു ബാർ നടത്തുകയാണ്. അവിടെ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് അവൻ. അതിനിടയിൽ നിക്കോളായി ആണെങ്കിൽ ഒരു മീറ്റിംഗിലാണ്. എന്നാൽ ആ മീറ്റിംഗ് ഒരു ട്രാപ്പായിരുന്നു. അയാളെ കൊല്ലാൻ വേണ്ടി ആ റൈനോ ആൾക്കാരെ അയച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ലേഡി വന്നിട്ട് പെട്ടെന്ന് തന്നെ അയാളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അയാളാണെങ്കിൽ അയാളുടെ കൂടെ ഇരിക്കുന്ന ആളെ പിടിച്ചിട്ട് ആ ലേഡിയുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾ മരിച്ചു വീഴാണ്. അങ്ങനെ കുറച്ച് സമയം ഒരു ഷൂട്ടൗട്ട് അവിടെ നടക്കാൻ തുടങ്ങി. പക്ഷെ അവർക്ക് നിക്കോളായിനെ കൊല്ലാൻ സാധിക്കുന്നില്ല. നിക്കോളായുടെ ആളുകളൊക്കെ ആ റൈനോയുടെ മുഴുവൻ ആളുകളെയും വെടിവെച്ച് കൊല്ലുകയാണ്. ഇതെല്ലാം കണ്ട് ദിമിത്രി ആണെങ്കിൽ ആകെ പേടിച്ചിട്ട് അവന്റെ പിയാനോയ്ക്ക് അടിയിലേക്ക് മറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോൾ ദിമിത്രി അവന്റെ അച്ഛന്റെ അടുത്തേക്ക് വന്നു. അയാൾക്ക് ഒരു വെടിയേറ്റിട്ടുണ്ട്. അയാളാണെങ്കിൽ ശരിക്കും ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് 2 മക്കളുണ്ടായപ്പോൾ അവരെന്നെ സഹായിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. നിനക്കിപ്പോ നിന്നെ തന്നെ സംരക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്നിട്ടാണ് നീ എന്നെ സംരക്ഷിക്കാൻ പോകുന്നത്. നീ പോയി തൊലയാൻ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവനെ തള്ളി മാറ്റാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം റൈനോയുടെ ആളുകളെയൊക്കെ ആ നിക്കോളായുടെ ആൾക്കാർ കൊന്ന വിവരം റൈനോയെ അറിഞ്ഞിട്ടുണ്ട്. അയാൾ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് അവന്റെ അസിസ്റ്റന്റ് ഒരു പെൻഡ്രൈവ് എടുത്തിട്ട് റൈനോയ്ക്ക് കൊടുക്കുന്നത്. അയാൾ ഉടനെ തന്നെ അതിലുള്ളത് എന്താന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിനകത്ത് ക്രേവന്റെ വീഡിയോ ആയിരുന്നു. അവൻ ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ CCTV ഫുട്ടേജാണ് അതിലുള്ളത്. റൈനോ ഉടനെ തന്നെ അവന്റെ മുഖമൊക്കെ സ്കാൻ ചെയ്ത് നോക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഹണ്ടർ എന്ന് പറയുന്നത് നിക്കോളായുടെ മൂത്ത മകനാണ് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. ഇവന്റെ പേര് സെർഗേ എന്നല്ലേ, പിന്നെന്തുകൊണ്ടാണ് ഇവനെ ക്രേവൻ എന്ന് വിളിക്കുന്നത്? അയാൾക്ക് സംശയമായി. അത് കേൾക്കുമ്പോൾ അത് ഞങ്ങൾക്കും അറിയത്തില്ല, അവനെ തന്നെ വിളിക്കുന്നത് ക്രേവൻ എന്നാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ അസിസ്റ്റന്റ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ആ ഫോറിനറെ വിളിക്ക്. അവനാണെങ്കിൽ കുറെ കാലമായി ഈ ഹണ്ടറിനെ വേട്ടയാടാൻ നടക്കുകയാണ്. ഇപ്പൊ നമ്മൾ അതിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ലതായിരിക്കും എന്നാണ് റൈനോ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ റൈനോ പറഞ്ഞ ഫോറിനർ ഇപ്പോ ക്രേവൻ രക്ഷപ്പെട്ട ആ ജയിലിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അവൻ അവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ ആ കടുവയുടെ പല്ല് അവൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. എന്നാൽ ഈ ഫോറിനറിന് ഒരു സൂപ്പർ പവർ ഉണ്ട്.
അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവന്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ ഹിപ്നോസൈസ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ച് സമയത്തേക്ക് അവൻ അവരെ മയക്കി കളയും. ആ ഒരവസ്ഥയിൽ അവിടെ എന്ത് നടന്നാലും ആ മയങ്ങി പോകുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഫോറിനർ ആ പോലീസുകാരനെ ആ ഹിപ്നോസിസ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ പിന്നീട് അവിടെ എന്താണ് നടക്കുന്നത് എന്നയാൾക്ക് മനസ്സിലാവുന്നില്ല. ഫോറിനർ ഇപ്പോൾ വളരെ വേഗത്തിലാണ് അവന് മുന്നിൽ മൂവ് ചെയ്യുന്നത്. മാത്രമല്ല സെക്കൻഡുകൾ കൊണ്ട് അയാളുടെ കയ്യിലുള്ള തോക്ക് അവൻ എടുക്കുന്നു. പിന്നീട് അയാൾ നോക്കുമ്പോൾ ആ ഫോറിനർ അയാളുടെ പുറകിലാണ് നിൽക്കുന്നത്. ഉടനെ തന്നെ ഫോറിനർ ആ പോലീസുകാരനെ വെടിവെച്ച് വീഴ്ത്താണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ക്രേവൻ നേരെ പോയിരിക്കുന്നത് അവന്റെ അനിയനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസം അവന്റെ ബർത്ത്ഡേ ആണ്. എല്ലാ വർഷവും ഈ ബർത്ത്ഡേക്കാണ് അവൻ അവന്റെ അനിയനെ കാണാൻ വരുന്നത്. അങ്ങനെ അവരുടെ ബാറിൽ തന്നെ ഇരുന്നിട്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നുണ്ടായ അനുഭവത്തെ കുറിച്ചിട്ടൊക്കെ ദിമിത്രി ക്രേവന്റെ അടുത്ത് പറയുന്നത്. മാത്രമല്ല അച്ഛൻ അവന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളും അവൻ ക്രേവന്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ഞാനൊരു പേടിത്തൊണ്ടനായിട്ടാണ് അച്ഛൻ എന്നെ കാണുന്നത്. ഈ പഴി ഞാൻ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. ഇങ്ങനെ ഒരു ലൈഫിനോട് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെയാണ് അവൻ ഇങ്ങനെ വിഷമത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും കൂടെ അന്നത്തെ ഡിന്നർ കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ ഫ്ലാറ്റിൽ തിരിച്ചെത്തി. ഈ ക്രേവൻ സാധാരണ കാട്ടിലാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മാത്രമല്ല ആ വീട്ടിൽ കിടക്കുന്നതുകൊണ്ട് അവന്റെ അമ്മയുടെ ഓർമ്മയും അവനെ ശരിക്കും വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്താണ് പോയി കിടക്കുന്നത്. രാവിലെ ആയപ്പോൾ തിരിച്ചവൻ ഫ്ലാറ്റിലേക്ക് തന്നെ എത്തി. എന്നാൽ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ആ റൂമിലത്തെ കസേരകളൊക്കെ മറിഞ്ഞു കിടക്കാണ്. മാത്രമല്ല ദിമിത്രി അവിടെ കാണുന്നുമില്ല. ഈ സമയം ക്രേവൻ നേരെ പോകുന്നത് ദിമിത്രിയുടെ റൂമിലേക്കാണ്. അവന്റെ ബെഡിലായിട്ട് കുറെ ചോരയൊക്കെ കാണുന്നുണ്ട്. അതിൽ നിന്നും അവൻ ആരോ കടത്തിയിട്ടുണ്ട് എന്ന കാര്യം ക്രേവന് മനസ്സിലായി. ക്രേവൻ ഉടനെ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ചെല്ലാണ്. അവൻ നോക്കുമ്പോൾ കുറച്ച് ആളുകൾ ചേർന്നിട്ട് ദിമിത്രിയെ പിടിച്ചൊരു കാറിലേക്ക് കയറ്റുന്നതാണ് കാണുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൻ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. അവരെ തടഞ്ഞു നിർത്താൻ ക്രേവൻ അവനെ കൊണ്ടാവുന്ന വിധത്തിൽ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ ആ റോഡിൽ നിന്ന് തെറിച്ചു വീണതിന് ശേഷം അവൻ വീണ്ടും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഈ സമയം അവർ ദിമിത്രിയെയും കൊണ്ട് ഒരു ഹെലികോപ്റ്ററിൽ കയറി അവിടെ നിന്ന് പറക്കുന്നതാണ് കാണുന്നത്. ക്രേവനാണെങ്കിൽ വീണ്ടും അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ അവർ ദിമിത്രിയും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ക്രേവൻ നേരെ പോകുന്നത് കെലിപ്സോന്റെ അടുത്തേക്കാണ്. ഇവള് വക്കീലായതുകൊണ്ട് തന്നെ ഇവക്ക് നല്ല ഹോൾഡ് ഉണ്ട്. ആരാണ് ദിമിത്രിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന് അവളെ കണ്ടുപിടിച്ചു കൊടുക്കണം എന്നാണ് ക്രേവൻ പറയുന്നത്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അവനവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ക്രേവൻ നേരെ പോകുന്നത് അവന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ്. അച്ഛനാണെങ്കിൽ ഇപ്പൊ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം അവനെ തട്ടിക്കൊണ്ടുപോയവര് ദിമിത്രിയുടെ ഒരു വിരല് കട്ട് ചെയ്തിട്ട് അയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യം അയാൾക്ക് അറിയത്തില്ല. അയാൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കാനും പാടാണ്. അവരാവശ്യപ്പെടുന്നത് $20 മില്യൺ എങ്കിൽ മാത്രമേ അവനെ വിട്ടുകൊടുക്കത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെയാണ് അച്ഛൻ ഇപ്പൊ ക്രേവന്റെ അടുത്ത് പറയുന്നത്. അതേക്കുമ്പോ $20 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചൊരു ചെറിയ തുകയാണ്. അതങ്ങോട്ട് കൊടുത്താൽ പോരെ എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുമ്പോ ഇത് പൈസയുടെ കാര്യമല്ല. ഞാൻ ആ പൈസ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തോറ്റു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് എന്റെ എതിരാളികളുടെ മുന്നിൽ ഞാൻ വീക്കായി പോകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഈ ബിസിനസ് നടത്തുന്നതിൽ ഒരു കാര്യം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ പൈസ കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ദിമിത്രി ഇനി നിങ്ങൾക്ക് വേണ്ടെന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ മകനെ വേണം. ദിമിത്രിയെ മാത്രമല്ല നിന്നെയും തിരിച്ചു വേണം എന്നാണ് അയാൾ അവന്റെ അടുത്ത് പറയുന്നത്. ഇതേസമയം ദിമിത്രി ആണെങ്കിൽ ഒരു ഹൈഡൌട്ടിലാണ്. അവനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് ആ റൈനോയും കൂട്ടരുമാണ്. അവർ നല്ല രീതിയിൽ അവനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ സമയം രാത്രിയാവുമ്പോൾ കെലിപ്സോ നേരെ പോയിരിക്കുന്നത് അവളുടെ ഒരു ഇൻഫോർമറുടെ അടുത്തേക്കാണ്. ആരാണ് ദിമിത്രിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യം അയാൾ കണ്ടെത്തിയിട്ടുണ്ട്. അയാളുടെ കണ്ടെത്തലുകളൊക്കെ അയാൾ ഉടനെ തന്നെ അവൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയതിനു ശേഷം അയാൾ തിരിച്ചു നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ഫോറിനർ അങ്ങോട്ട് വരുന്നത്. ഈ ഫോറിനർ പറഞ്ഞതിനെ തുറന്നിട്ടാണ് ഇയാളിപ്പോ ആ ഫയല് കെലിപ്സോന് കൊടുത്തിരിക്കുന്നത്. ഫോറിനർ കുറെ കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്നാൽ ആ കാശ് ചോദിക്കുമ്പോൾ ഫോറിനർ ഉടനെ തന്നെ അയാളെ മയക്കാൻ തുടങ്ങി. അതിനുശേഷം പെട്ടെന്ന് തന്നെ അയാളെ കൊന്നുകളയാണ്. ഈ ഫോറിനറിനെ കൊണ്ട് ഈ കാര്യം ചെയ്യിച്ചത് റൈനോ ആണ്. അങ്ങനെ കെലിപ്സോ അറിയിച്ചതിനെ തുടർന്നിട്ട് ദിമിത്രി ആരാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് എന്ന കാര്യം ക്രേവനും മനസ്സിലായി. പക്ഷെ റൈനോയുടെ ആൾക്കാരാണ് എന്നവൻ അറിയത്തില്ല. അവൻ ഉടനെ തന്നെ ഒരു വിമാനത്തിൽ കയറിയിട്ട് ആ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. ഒരു മലയുടെ സൈഡിലാണ് ആ ഹൈഡൌട്ട് അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ ഉടനെ തന്നെ ആ ഹൈഡൌട്ടിലേക്ക് എത്തി. ഇനിയിപ്പോ അതിനകത്തേക്ക് കയറണം. അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അങ്ങനെ അവിടെയുള്ള മുഴുവൻ ആളുകളെ ഇടിച്ചിട്ടതിന് ശേഷം റൈനോന്റെ മെയിൻ ആളെ പിടിച്ചിട്ട് ക്രേവൻ പുറത്തേക്ക് ചാടുകയാണ്. പക്ഷെ അവർ താഴേക്ക് വീണിട്ടില്ല. ക്രേവൻ അയാളെ തൂക്കിയെടുത്തിരിക്കുകയാണ്. ഈ സമയം ദിമിത്രി എവിടെ എന്നാണ് ക്രേവൻ അവൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ നീ എന്നെ എങ്ങാനും താഴേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും നിന്റെ അനിയനെ കിട്ടാൻ പോകുന്നില്ല ക്രേവൻ എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അവനെ ക്രേവൻ എന്ന് വിളിക്കുമ്പോൾ അവനൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. എങ്ങനെയാണ് താനാണ് ക്രേവൻ എന്ന് ഇയാൾ അറിഞ്ഞത് എന്നാണ് അവനിങ്ങനെ ആലോചിക്കുന്നത്. ഈ സമയത്താണ് അങ്ങ് ദൂരെ നിന്നും ഒരാൾ അവർക്ക് നേരെ ഫയർ ചെയ്യുന്നത്.
ക്രേവൻ അവന്റെ ബൈനോക്കുലർ വിഷൻ വെച്ചിട്ട് അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മിസൈൽ അവിടെ വന്ന് പതിക്കുമ്പോഴേക്കും അവൻ അയാളെയും കൊണ്ട് താഴേക്ക് ചാടുകയാണ്. അങ്ങനെ വളരെ താഴ്ചയിലേക്കാണ് അവർ ചെന്ന് വീഴുന്നത്. അങ്ങനെ വീണ്ടും അവൻ അയാളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് നിനക്ക് എന്റെ പേര് അറിയുന്നത് എന്നാണ് ക്രേവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇതെല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് റൈനോ ആണ്. നിന്നെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി അയാൾ ട്രാപ്പ് ഉണ്ടാക്കിയതാണ്. നമ്മൾ രണ്ടുപേരും ഇപ്പൊ മരിക്കാൻ പോവാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് മുകളിൽ നിന്നും ഒരുപാട് കോൺക്രീറ്റ് കഷ്ണങ്ങളൊക്കെ താഴേക്ക് വീഴുന്നത്. അത് കാണുന്ന ക്രേവൻ ആണെങ്കിൽ അയാളെ പ്രൊട്ടക്ട് ചെയ്ത് അവിടെ തന്നെ കിടക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ഫോറിനർ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ക്രേവൻ ആ സ്ഥലത്തേക്ക് കയറുമ്പോൾ അവിടുത്തെ കാവൽക്കാരെയൊക്കെ അവൻ വീഴ്ത്തിയത് ഒരു തരത്തിലുള്ള നീഡിൽ വെച്ചിട്ടാണ്. ആ നീഡിലിനകത്ത് ഒരു തരത്തിലുള്ള വിഷം കലർന്നിട്ടുണ്ട്. അതൊക്കെയാണ് അയാൾ ഇപ്പൊ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ റൈനോ ആണെങ്കിൽ ദിമിത്രിയുടെ അടുത്താണ്. ഈ സമയം ദിമിത്രി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ അച്ഛനോട് നിങ്ങൾ സംസാരിച്ചോ, അദ്ദേഹം പൈസ തരാമെന്ന് സമ്മതിച്ചോ എന്നൊക്കെയാണ്. അത് കേൾക്കുമ്പോൾ നിന്നെ പോലെ ഒരാളെ വിട്ടുകിട്ടാൻ വേണ്ടി നിന്റെ അച്ഛൻ 20 മില്യൺ മുടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിനക്ക് തെറ്റി. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഞങ്ങൾ ശ്രമിച്ചത് നിന്നെ കിഡ്നാപ്പ് ചെയ്യാനല്ല, നിന്റെ ചേട്ടനെ കിഡ്നാപ്പ് ചെയ്യാനാണ്. പക്ഷെ ഞങ്ങളുടെ ആളുകൾ നിന്റെ ഫ്ലാറ്റിൽ വന്നപ്പോൾ നിന്റെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിന്നെ അങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ചേട്ടനെയോ, എന്തിനാണ് ചേട്ടനെ നിങ്ങൾ തട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അവന് സംശയമായി. ഈ സമയത്താണ് അവർക്ക് കിട്ടിയ വീഡിയോ റൈനോ അവന് കാണിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സമയത്താണ് ഈ ഹണ്ടർ എന്ന് പറയുന്നത് തന്റെ ചേട്ടനാണ് എന്ന കാര്യം അവനും തിരിച്ചറിയുന്നത്. ഇതേ സമയം തന്നെ ക്രേവൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവൻ ഉടനെ തന്നെ ആ കലിപ്സോനെ വിളിക്കുകയാണ്. ഇതിന്റെ എല്ലാത്തിനും പുറകില് റൈനോ ആണ്. അവർ നിന്നെയും തേടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ടാവാൻ നോക്ക് എന്നൊക്കെയാണ് അവൻ അവളെ വിളിച്ച് അറിയിക്കുന്നത്. അവരത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ആളുകൾ അവളുടെ ബിൽഡിങ്ങിലേക്ക് വരുന്നത്. അത് റൈനോയുടെ ആൾക്കാരാണ് എന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ ഉടനെ അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഈ റൈനോ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിയത് എന്ന കാര്യങ്ങളൊക്കെ അയാൾ ദിമിത്രിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഓർക്കുന്നുണ്ടോ, നമ്മൾ പണ്ടൊരു സിംഹത്തെ പിടിക്കാൻ പോയത്? അന്നത്തെ ദിവസം നിന്റെ അച്ഛൻ എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. ഞാൻ ഒന്നുമല്ലാത്തവനാക്കിയിട്ട് അയാൾ എന്റെ മുന്നിൽ തന്നെ ചിത്രീകരിച്ചു. അന്ന് മുതൽ എനിക്കൊരു വാശിയായിരുന്നു, എങ്ങനെയെങ്കിലും ശക്തനാവണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ അമേരിക്കയിൽ വെച്ചിട്ട് ഞാനൊരു ഡോക്ടറെ കണ്ടെത്തി. മൈൽസ് വാറൻ എന്നാണ് അയാളുടെ പേര്. ഒരു മനുഷ്യന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു മരുന്ന് അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മരുന്ന് കുത്തിവെച്ചതിന് ശേഷം എന്റെ ശരീരം കണ്ടാമൃഗത്തിന്റെ പോലെയായി. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് ഈ മെഡിക്കേഷൻ എനിക്ക് ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. എന്റെ രൂപം മാറുന്ന അവസ്ഥയിൽ എനിക്ക് വല്ലാത്ത വേദനയാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളപ്പോഴേ ഞാൻ അങ്ങനെ ആവത്തുള്ളൂ. അല്ലാത്ത സമയം മുഴുവൻ ഞാൻ ഈ നോർമൽ അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുക. അതിനുവേണ്ടി ഈ ബാഗ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണം എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം അയാൾ അവനൊരു ഓഫർ വയ്ക്കുന്നുണ്ട്. നീ എന്തുകൊണ്ടാണ് നിന്റെ അച്ഛന്റെ മുമ്പിൽ ഇങ്ങനെ ഒന്നും അല്ലാത്തവനെ പോലെ നടക്കുന്നത്? നീ എന്റെ പാർട്ട്ണർ ആവ്, നിനക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യം ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവന്റെ മനസ്സിങ്ങനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ അതിന് സമ്മതിക്കുന്നില്ല. അത് കാണുന്ന റൈനോ ആണെങ്കിൽ ഒരു തോക്ക് എടുത്തിട്ട് അവന്റെ തലയ്ക്ക് നേരെ ചൂണ്ടാണ്. എന്നാൽ അത് പൊട്ടിക്കുന്നതിന് മുമ്പാണ് ആ ഫോറിനർ അങ്ങോട്ട് വരുന്നത് ക്രേവനാണ് എന്നാണ് അവർ ആദ്യം വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ റൈനോയുടെ ആൾക്കാരൊക്കെ അവിടുത്തെ ലിഫ്റ്റിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. എന്നാൽ ലിഫ്റ്റ് തുറന്നപ്പോൾ അത് ആ ഫോറിനറാണ്. അയാൾ വന്ന ഉടനെ തന്നെ ആ തോക്ക് ചൂണ്ടിയന്മാരെയൊക്കെ മയക്കി നിർത്തുകയാണ്. അതിനുശേഷം വളരെ വേഗത്തിൽ റൈനോയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ഒരു അവസരത്തിലാണ് റൈനോയും അയാളുടെ പവർ കാണുന്നത്. അത് അയാൾക്ക് അങ്ങോട്ട് ശരിക്കും ഇഷ്ടമായി. ഇതേ സമയം തന്നെ ക്രേവൻ അറിയിച്ചതിനെ തുറന്നിട്ട് കലിപ്സോ ഇപ്പൊ അവന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവൻ അവളെയും കൊണ്ടുപോകുന്നത് ഈ ക്രേവന്റെ അമ്മയുടെ ഒരു പ്രോപ്പർട്ടിയിലേക്കാണ്. എന്നാൽ അവരതിൽ നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു പുലി വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. കുറച്ച് സമയം ഇവർ തമ്മിലുള്ള ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ പുലിയെ ഇവൻ ചെറുപ്പത്തിൽ കണ്ടതാണ്. ഇപ്പൊ അവനെ മനസ്സിലാവാഞ്ഞിട്ടാണ് ഈ പുലി അവനെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ ആ പുലിക്ക് അറിയുന്ന ആളാണ് എന്ന കാര്യം മനസ്സിലാവുമ്പോൾ പുലി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ റൈനോ ആണെങ്കിൽ ആ ഫോറിനറിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ക്രേവനെ പിടിച്ചടങ്ങൂ എന്ന വാശിയിൽ തന്നെ നീ നിൽക്കുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്കുന്ന ഫോറിനർ ആണെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. എനിക്കൊരു മെന്റർ ഉണ്ടായിരുന്നു, അറിയപ്പെടുന്ന ഒരു അസാസിനായിരുന്നു അയാൾ. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പുള്ളിയാണ് എന്നെ പഠിപ്പിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്റെ ബ്രദറിനെ പോലെയായിരുന്നു. അവനെ കൊന്നത് ഈ ക്രേവനാണ്. അവന്റെ കഴുത്താണ് ക്രേവൻ അറുത്തെടുത്തത്. അതിനെ തുടർന്ന് എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണം എന്ന വാശിയിലായിരുന്നു ഞാൻ. പക്ഷെ ഈ ക്രേവൻ എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിഡേറ്ററാണ്. ഞാൻ നോക്കിയിട്ട് അവന്റെ ഒരു വീക്ക്നെസ്സും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ നീ ഇപ്പൊ കണ്ടെത്തി. അവന്റെ ആകെയുള്ള ഒരു വീക്ക്നെസ് അവന്റെ അനിയനാണ്. ഇനി ഇവനെ വെച്ചിട്ട് ക്രേവൻ എങ്ങനെ പിടിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവനെ കണ്ടെത്താൻ വേണ്ടി അവൻ എവിടെ ഉണ്ടാവും എന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളിത് കണ്ടില്ലേ? ഇത് സൈബീരിയയിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള കുന്നിക്കുരുവാണ്. വളരെ റെയർ ആയിട്ടുള്ളതാണിത്. മാത്രമല്ല മാരക വിഷമാണിത്.
ഇത് ഉപയോഗിച്ചിട്ടാണ് അവൻ നിങ്ങളുടെ ഹൈഡൌട്ടിലെ കാവൽക്കാരെ മൊത്തം കൊന്നത്. ഈ കുന്നിക്കുരു ഉണ്ടാവുന്ന സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവനെ നമുക്ക് അവിടെ നിന്നും തപ്പിയെടുക്കാൻ പറ്റും എന്നൊക്കെയാണ് ആ ഫോറിനർ പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവർ ക്രേവനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ്. ഈ ഫോറിനർ ഇപ്പോ ഒരു പ്രത്യേക തരത്തിലുള്ള വിഷക്കൂട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് ക്രേവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് അവന്റെ ദേഹത്തേക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവന്റെ ഓർഗൻസ് എല്ലാം പാരലൈസ്ഡ് ആവും. അതിനെ തുടർന്ന് വല്ലാത്തൊരു മരണമായിരിക്കും അവൻ ഉണ്ടാവാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഫോറിനർ പറയുന്നത്. അതൊക്കെ കേട്ട് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് റൈനോ. അങ്ങനെ ആ സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം ദിമിത്രിയുടെ കയ്യിലുള്ള ഫോണിൽ നിന്നും ആ റൈനോ ഇപ്പൊ ക്രേവനെ വിളിച്ചിരിക്കുകയാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ മുമ്പിൽ ഇപ്പൊ 2 ഓപ്ഷൻസ് ഉണ്ട്. എനിക്കറിയാം എന്നെ പോലെ തന്നെ നീയും നിന്റെ അച്ഛനെ വെറുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും നിന്റെ അനിയനും നീയും കൂടെ പാർട്ട്നേഴ്സ് ആവാം. എന്നിട്ട് നിന്റെ അച്ഛനെ അങ്ങോട്ട് തട്ടിക്കളയാം. ഇതാണ് നിന്റെ ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നിന്നെ കൊല്ലും. ഇതിലേത് വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ അയാൾ അത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ക്രേവൻ ആ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പൊ അവൻ വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവർ ഉടനെ തന്നെ അവനുള്ള ആ കാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ആ കാട്ടിലെത്തിയതിനു ശേഷം റൈനോയുടെ കൂടെയുള്ള ആളുകളൊക്കെ അവനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ക്രേവന്റെ ആ പുലി അവർക്ക് നേരെ ചാടി വീഴുന്നത്. അത് ഉടനെ തന്നെ 2-3 ആൾക്കാരെ കൊല്ലുന്നുണ്ട്. അതിനുശേഷം അത് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ക്രേവൻ ആണെങ്കിൽ കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നടക്കുന്നത് ക്രേവനും റൈനോയുടെ ആളുകളും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. അങ്ങനെ ആ ഫൈറ്റിന്റെ ഇടയിലാണ് റൈനോയുടെ നിർദ്ദേശപ്രകാരം മുകളിൽ നിൽക്കുന്ന ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ഫയർ ചെയ്യുന്നത്. അത് കണ്ട ഉടനെ തന്നെ ക്രേവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ അവൻ കുറെ ഓടി ആ കാടിന്റെ മറ്റൊരു ഭാഗത്താണ് എത്തി നിൽക്കുന്നത്. ഈ സമയത്താണ് ആ ഫോറിനർ അങ്ങോട്ട് വന്നിട്ട് ആ പോയിസൺ അവന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുറെ ചിലന്തികളൊക്കെ അവന്റെ ദേഹത്തേക്ക് വരാൻ തുടങ്ങി. ഒരുപാട് ചിലന്തികൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നാൽ അത് ആ മരുന്നിന്റെ എഫക്റ്റ് ആയിരുന്നു. ആ ചിലന്തികൾ എന്ന് പറയുന്നത് ഒരു ഹാലൂസിനേഷൻ ആണ്. ഈ സമയത്താണ് ആ ഫോറിനർ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ മരുന്ന് ശരീരത്തിലായതുകൊണ്ട് തന്നെ ക്രേവന് ശരിക്കും അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ആ ഫോറിനർ അവനെ ഇടിച്ച് താഴേക്കിട്ടാണ്. അതിനുശേഷം അവനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് കെലിപ്സോ അങ്ങോട്ട് വന്നിട്ട് ഒരു ആരോ വെച്ചിട്ട് ആ ഫോറിനറെ ഷൂട്ട് ചെയ്യുന്നത്. അത് അയാളുടെ തലയ്ക്കാണ് തറച്ചു കയറുന്നത്. അതോടൊപ്പം തന്നെ ഫോറിനർ മരിച്ചു വീഴുകയും ചെയ്യുന്നു. ഈ സമയം കാലിപ്സോ നോക്കുമ്പോൾ ക്രേവൻ ആണെങ്കിൽ തീരെ വയ്യാത്ത അവസ്ഥയിലാണ് അവിടെ കിടക്കുന്നത്. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പണ്ട് അവന് കൊടുത്ത അതേ മരുന്ന് തന്നെ വീണ്ടും അവന് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അവൻ നോർമൽ അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു. ഈ സമയം ക്രേവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് റൈനോ ദിമിത്രിയും കൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് കുറെ കാട്ടുപോത്തുകൾ അങ്ങോട്ട് വരുന്നത്. അത് പണിയാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ റൈനോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ ആ ട്യൂബ് ഊരാണ്. അതോടൊപ്പം അയാൾ ആ കണ്ടാമൃഗത്തിനെ പോലെ ആവാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കാട്ടുപോത്തുകളൊക്കെ വന്നിട്ട് ആ കാറൊക്കെ ഇടിച്ച് മറിച്ചിടാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും റൈനോ ആണെങ്കിൽ ആ കണ്ടാമൃഗത്തിന്റെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ക്രേവൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് നടക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തെ ഫൈറ്റിന് ശേഷം ആ റൈനോ അവനെ പൊക്കിയെടുക്കാൻ തുടങ്ങി. അതിനിടയിലാണ് ക്രേവൻ ഒരു കമ്പി എടുത്തിട്ട് അവന്റെ വയറ്റിലുള്ള ഹോളിന് ഒരു കുത്തു കൊടുക്കുന്നത്. അങ്ങനെ കുത്തുകൊണ്ട് അവൻ വേദന കൊണ്ട് പൊളയുമ്പോൾ ക്രേവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോപ്പ് വെച്ചിട്ട് അവനെ ചുറ്റാൻ തുടങ്ങി. അങ്ങനെ ആ റോപ്പ് ശരിക്കും ചുറ്റിയതിനു ശേഷം അതിന്റെ മറ്റേ തറ്റം എടുത്തിട്ട് ഒരു കാട്ടുപോത്തിന്റെ കഴുത്തിലേക്കാണ് അവൻ ഇട്ടു കൊടുക്കുന്നത്. അങ്ങനെ കാട്ടുപോത്ത് ആ റൈനോനെയും വലിച്ച് ഓടാൻ തുടങ്ങി. ഈ സമയം ബാക്കി കാട്ടുപോത്തുകളും അവന്റെ മേലെ കൂടെയാണ് ഓടുന്നത്. അങ്ങനെ ആ കാട്ടുപോത്തുകളൊക്കെ പോയി കഴിയുമ്പോൾ റൈനോയ്ക്ക് ഇപ്പൊ അനങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ വീണ്ടും ക്രേവൻ റൈനോന്റെ അടുത്തേക്ക് പോവാണ്. അവൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് എന്റെ ഒരു വീഡിയോ കിട്ടിയായിരുന്നില്ലേ, അത് നിനക്ക് ആരാണ് അയച്ചതെന്നാണ്. അത് കേൾക്കുമ്പോൾ അത് നിനക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ലല്ലേ, നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് അത് എനിക്ക് അയച്ചു തന്നത് എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അയാളാണെങ്കിൽ അയാളുടെ നോർമൽ അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അയാൾക്കിപ്പോ തീരെ വയ്യ. അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തെ പരിചയപ്പെടാൻ പാടില്ലായിരുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ അയാൾ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സമയം രാത്രിയായി. റഷ്യയാണ് സ്ഥലം. നിക്കോളായി ഇപ്പോ ഒരു കാട്ടിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്താണ് ക്രേവൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഈ നിക്കോളായി തന്നെയാണ് ക്രേവന്റെ ആ വീഡിയോ റൈനോയ്ക്ക് അയച്ചു കൊടുത്തത് എന്ന കാര്യം അവന് മനസ്സിലായിട്ടുണ്ട്. അത് ചോദിക്കാനാണ് അവനിപ്പോൾ അയാളുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീയാണ് ക്രേവൻ എന്ന കാര്യം എനിക്ക് ആദ്യമേ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു ട്രാപ്പ് ഉണ്ടാക്കി. റൈനോ എന്തായാലും എന്നെ തേടി വരും എന്ന കാര്യം എനിക്ക് അറിയാമായിരുന്നു. അയാളുടെ മുന്നിൽ ഉറപ്പായിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഇനി ഞാൻ നിന്റെ അടുത്ത് സഹായം ചോദിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും എനിക്ക് സഹായം ചെയ്യാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാൻ ഉണ്ടാക്കിയത്. ഞാൻ അവനെ നിന്റെ പിന്നാലെ അയച്ചു എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലായി. പക്ഷെ ദിമിത്രി മരിച്ചു പോയിരുന്നെങ്കിലോ, നിങ്ങൾ എന്ത് ചെയ്തേനെ? അവൻ വീണ്ടും ചോദിക്കുന്നു. ഹേയ്, ദിമിത്രിക്ക് ഒന്നും പറ്റത്തില്ല. കാരണം നീ ഒരിക്കലും അവന് മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ട്രാപ്പിലൂടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയില്ലേ, ഇനി നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവൻ ഒന്നും മിണ്ടാതെ തിരിച്ചു നടക്കുകയാണ്.
അത് കാണുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞു മനസ്സിലായില്ലേ, ഇനി നീ എന്റെ കൂടെ തന്നെ വേണം, നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ കൊല്ലണം എന്ന് വിചാരിച്ചതാണ്. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്റെ അച്ഛനായിപ്പോയി. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്ന കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഒരിക്കലും മരണത്തിനെ പേടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഒരിക്കലും മരണത്തെ പേടിക്കരുത് എന്നവൻ പറയുന്നത് കേൾക്കുമ്പോൾ അയാൾക്ക് സംശയമായി. അവൻ എന്തോ കൊള്ളിച്ച് പറയാണോ എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. എന്നാൽ അയാൾ പേടിച്ചത് ശരിയായിരുന്നു. പെട്ടെന്നാണ് ഒരു കരടി അങ്ങോട്ട് ഓടി വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ നിക്കോളയാണ് ഈ തോക്കെടുക്കുന്നു. പക്ഷെ അയാൾ നോക്കുമ്പോൾ അതിനകത്ത് ഉണ്ടയുണ്ടായിരുന്നില്ല. ക്രേവനാണ് അതെടുത്ത് മാറ്റിയത്. അവൻ അതും കൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കരടി അയാളുടെ അടുത്തേക്ക് എത്തി. അതിനുശേഷം അത് ആ നിക്കോളായിനെ കൊന്നുകളയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ക്രേവൻ നേരെ പോകുന്നത് ദിമിത്രിയെ കാണാൻ വേണ്ടി അവന്റെ ബാറിലേക്കാണ്. എന്നാൽ ദിമിത്രി ആണെങ്കിൽ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇനി പേടിച്ച് ജീവിക്കാൻ എന്നെ കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അമേരിക്കയിലെ ഒരു ഡോക്ടറെ ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ക്രേവൻ എന്തോ സംശയം തോന്നാൻ തുടങ്ങി. നീ ഏത് ഡോക്ടറെയാണ് കണ്ടത് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. പക്ഷെ ഒന്നും മിണ്ടാതെ ദിമിത്രി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അവൻ എത്ര വിളിച്ചിട്ടും ദിമിത്രി നിൽക്കുന്നില്ല. പെട്ടെന്നാണ് ക്രേവൻ ബലമായിട്ട് അവനെ പിടിച്ച് തിരിക്കുന്നത്. ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ദിമിത്രി ഇപ്പോ ക്രേവനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അത് കണ്ട് ക്രേവന് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ദിമിത്രി വീണ്ടും അവിടെ നിന്ന് നടക്കുകയാണ്. അതിനിടയിൽ വീണ്ടും അവന്റെ മുഖത്തിന് മാറ്റം വരുന്നുണ്ട്. അതിൽ നിന്നും ആ റൈനോ പോയി കണ്ട ഡോക്ടർ ഇവനും പോയി കണ്ടിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ക്രേവൻ വീണ്ടും ആ ഡോക്ടറുടെ കാര്യം തന്നെ അവന്റെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷെ ഡോക്ടറെ കുറിച്ചൊന്നും അവൻ പറയുന്നില്ല. അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ കാലവും ഇങ്ങനെ ദുർബലനായിട്ട് ജീവിക്കണം എന്നാണ് നീ പറയുന്നത്. നിന്റെ പോലത്തെ ശക്തികൾ എനിക്കും വേണ്ടേ? ഇപ്പൊ എനിക്ക് ആ ശക്തി കിട്ടി. ഇനിയിപ്പം ഞാൻ വിചാരിക്കുന്ന പോലെ ഒക്കെ എനിക്ക് ആവാൻ സാധിക്കും. ഇപ്പൊ റൈനോ മരിച്ചു, അച്ഛൻ മരിച്ചു. പക്ഷെ അവര് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അതാരെങ്കിലുമൊക്കെ ഏറ്റെടുക്കണ്ടേ? ഇനി ആ പണിയൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ അതിന് അനുവദിക്കുമെന്ന് ക്രേവൻ ചോദിക്കുന്നു. അത് കേൾക്കുന്ന ദിമിത്രി ആണെങ്കിൽ അവന്റെ ചെവിയിലൊന്ന് തട്ടിയതിനു ശേഷം നീ വീട്ടിൽ പോ, നിനക്ക് വേണ്ടി അച്ഛൻ അവിടെ എന്തോ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ക്രേവൻ വീട്ടിലെത്തിയതിനു ശേഷം അവിടെ വെച്ചിരിക്കുന്ന ആ കത്തെടുത്ത് വായിക്കുകയാണ്. അതിലയാൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്ക് സെർഗേ, നമുക്ക് രണ്ടുപേർക്കും നടക്കാൻ ഒരുപാട് വഴികളുണ്ട്. പണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, നീ ആരാണെന്ന് തിരിച്ചറിയാൻ. അത് നീ തിരിച്ചറിഞ്ഞാലേ ആ വഴികളിലൂടെയൊക്കെ നടക്കാനുള്ള ശക്തി നിനക്ക് കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്റെ കുട്ടിയല്ല, ഞാൻ തന്നെയാണ് നീ. നമ്മൾ രണ്ടുപേരും വേട്ടക്കാരാണ്, ഈ ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച വേട്ടക്കാർ എന്നൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ സമയം നോക്കുമ്പോൾ ആ പെട്ടിക്കകത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ജാക്കറ്റ് ഇരിക്കുന്നുണ്ട്. അത് അവനെ കടിച്ച ആ സിംഹത്തിന്റെ തോല് വെച്ചിട്ടുണ്ടാക്കിയൊരു ജാക്കറ്റായിരുന്നത്. അവൻ ഉടനെ തന്നെ ആ ജാക്കറ്റും ധരിച്ചിട്ട് അവിടെയുള്ള ഒരു കസേരയിലിരിക്കുകയാണ്. ആ കസേരയ്ക്ക് മുന്നിലായിട്ട് ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. അവൻ ആ കണ്ണാടിയിലൂടെ യഥാർത്ഥത്തിൽ താൻ ആരാണ് എന്ന കാര്യം തിരിച്ചറിയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.